നമസ്കാരം. ലോക പോലീസാണ്, അമേരിക്കൻ പ്രസിഡന്റാണ്, സാക്ഷാൽ ഡൊണാൾഡ് ട്രംപാണ്. പക്ഷെ പറയുന്ന വാക്കുകൾക്ക് സ്ഥിരതയും ഉറപ്പുമുണ്ടോ എന്ന കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയേണ്ടി വരും. ഇന്ന് പറയുന്ന വാക്കുകളും വാദങ്ങളുമല്ല, തൊട്ടടുത്ത നിമിഷം പറയുന്നത്, നൽകുന്ന ഉറപ്പുകളല്ല പലപ്പോഴും പാലിക്കുന്നതും ഒരു മടിയുമില്ലാതെ ലംഘിക്കുന്നതുമൊക്കെ. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി, സ്വന്തം രാഷ്ട്രീയ ഉന്നതിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത, ആരും തന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്ന ഏകാധിപതിയായി ട്രംപ് അനുദിനം വളരുകയാണ്. ഇത്തരം നടപടികളെ പലവട്ടം ചോദ്യം ചെയ്ത രാജ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശക്തമായ നിലപാടിൽ ഉറച്ചു നിന്ന ഒരു രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായ നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പലവട്ടം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഒക്കെ വാങ്ങുന്നത് നിർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും റഷ്യയിൽ നിന്ന് കിട്ടുന്നത് പോലെ കുറഞ്ഞ വിലയിലും വളരെ എളുപ്പത്തിലും ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ കിട്ടാൻ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ ആ ബന്ധം അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, ഈ ആവശ്യം ഉന്നയിച്ചപ്പോഴൊക്കെ നരേന്ദ്രമോദി വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഇന്ത്യയുടെ ജനങ്ങളുടെ സംരക്ഷണം, സുരക്ഷ, സമാധാനം, ഇതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ എന്ന് തന്നെയായിരുന്നു. മറ്റു രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഭാരിച്ച ചെലവ് ഇന്ത്യയുടെ ജനങ്ങളുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും കൂടി തന്നെ പങ്കെടുക്കേണ്ടിയും വരും. അത് അവരുടെ സാമ്പത്തിക നിലയെയും സാമ്പത്തിക ഭദ്രതയും ഒക്കെ മാറ്റിമറിക്കും അല്ലെങ്കിൽ താറുമാറാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അതിന് തയ്യാറാകില്ല എന്ന് ഇന്ത്യൻ ഭരണകൂടം ഉറപ്പിച്ച് എല്ലായ്പ്പോഴും പറഞ്ഞിരുന്നു. ഈ കാരണത്താൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കരാറുകൾ പോലും പലപ്പോഴും മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അമേരിക്ക പലവട്ടം പുനഃപരിശോധിക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളതും വസ്തുതയായിരിക്കും. ഇന്ത്യക്ക് ഉണ്ടായിരുന്ന സൗഹൃദ ബന്ധം, റഷ്യയുമായി ഇന്ത്യക്ക് ഉണ്ടായിരുന്ന അതിതീവ്രമായ ഒരു സൗഹൃദ ബന്ധമുണ്ട്. ഇന്ത്യക്ക് പല പ്രാവശ്യമായി റഷ്യ നൽകിയ സാമ്പത്തിക, സൈനിക, ആയുധ സഹായങ്ങളൊക്കെ പെട്ടെന്ന് ഇന്ത്യക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല എന്ന കാര്യത്തിലും ഇന്ത്യ ഉറച്ചു നിന്നു. അന്ന് മുതൽ ഇന്ത്യക്ക് മുകളിൽ, അല്ലെങ്കിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്ക് മുകളിൽ വലിയ താരിഫ് ചുമത്താനുള്ള നീക്കങ്ങൾ ട്രംപ് നടത്തിയിരുന്നു. എന്നാൽ ഇറാൻ അമേരിക്ക യുദ്ധമുണ്ടായ പശ്ചാത്തലത്തിലാണ് പശ്ചിമേഷ്യയിൽ നിന്ന് എണ്ണ പല രാജ്യങ്ങളിലേക്കും എത്തുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായപ്പോൾ, ഹോർമൂസിലൂടെയുള്ള യാത്ര വളരെ ദുഷ്കരമായപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഒരു കാലപരിധി കുറച്ചുകൂടി നീട്ടി നൽകാൻ അമേരിക്ക തയ്യാറായത്. എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഹോർമൂസിലെ പ്രതിസന്ധിയും യുദ്ധവും ഒക്കെ അതുപോലെ തന്നെ നിൽക്കുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾക്ക് കടുത്ത സാമ്പത്തിക ബാധ്യത വരുത്തുന്ന ചില താരിഫ് നിയന്ത്രണങ്ങൾ വീണ്ടും അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം അതിന്റെ നിയമ നടപടികളൊക്കെ അമേരിക്ക പൂർത്തിയാക്കി കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങൾക്കും വലിയ സാമ്പത്തിക പ്രഹരമാണ് ഏൽപ്പിക്കാൻ പോകുന്നതെന്ന് പറയാതെ വയ്യ. അമേരിക്കയിൽ ഇപ്പോൾ സംഭവിച്ച ഈ കാര്യം എന്താണെന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം. യുക്രൈൻ യുദ്ധത്തിന് സാമ്പത്തിക സ്രോതസ്സുകൾ തടയാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്ന രാജ്യങ്ങൾക്ക് പിഴ ചുമത്താൻ വ്യവസ്ഥ ചെയ്യുന്ന ഉപരോധ ബിൽ US സെനറ്റ് കഴിഞ്ഞ ദിവസം പാസാക്കിയത്. 11-നെതിരെ 86 വോട്ടുകൾക്കാണ് ബിൽ സെനറ്റിൽ പാസ്സായത്. കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം ഇല്ലാതാക്കി വ്ളാഡിമിർ പുടിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്നാണ് പറയപ്പെടുന്നത്. റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണയോ പ്രകൃതിവാതകമോ വാങ്ങുന്ന ലോകത്തിലെ 5 രാജ്യങ്ങൾക്കുമേൽ താരിഫ് ഏർപ്പെടുത്താനാണ് ഈ നിയമം പ്രസിഡന്റിന് അധികാരം നൽകുന്നത്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് അധികാരം നൽകുന്നത്. ഇതിൽ ചൈനയും ഇന്ത്യയും ഉൾപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത. റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. എന്നാൽ തങ്ങളുടെ പ്രകൃതിവാതക ഇറക്കുമതിയുടെ 15% താഴെ മാത്രം റഷ്യയെ ആശ്രയിക്കുകയും അത് കുറയ്ക്കാൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് മറ്റൊരു റിപ്പോർട്ട്. റഷ്യൻ പ്രസിഡന്റ് പുടിൻ, മുതിർന്ന റഷ്യൻ രാഷ്ട്രീയ സൈനിക നേതാക്കൾ, റഷ്യൻ ധനകാര്യ സ്ഥാപനങ്ങൾ, ഊർജ്ജ പദ്ധതികൾ എന്നിവർക്കെതിരെയും ബില്ലിൽ ഉപരോധം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. നിലവിലുള്ള ഉപരോധങ്ങൾ മറികടക്കാൻ റഷ്യ ഉപയോഗിക്കുന്ന ഷാലോ ഫ്ലീറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പഴയ എണ്ണക്കപ്പലുകളെയും ഈ നിയമം ലക്ഷ്യം വെക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അന്തരിച്ച സെനറ്റർ ലിൻസി ഗ്രഹാമിന്റെ 1 വർഷം നീണ്ട പരിശ്രമത്തിന്റെ ഫലമായാണ് ഈ ബിൽ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കഴിഞ്ഞ ആഴ്ച US സന്ദർശിച്ച് സെനറ്റർമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബിൽ കൊണ്ടുവരാനായി നടത്തിയ സഹായത്തിന് അദ്ദേഹം സെനറ്റിനോട് നന്ദി അറിയിക്കുകയും ചെയ്തു. താരിഫ് ഏർപ്പെടുത്താനുള്ള വിപുലമായ അധികാരം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകുന്നതിൽ ചില സെനറ്റർമാർക്ക് ആശങ്കയുമുണ്ട്. ഇത്തരം നടപടികളുടെ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതിനും അമേരിക്കക്കാർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതിനും കൂടി കാരണമാകുമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. സെനറ്റ് പാസാക്കിയ ഈ ബിൽ ഇനി US ജനപ്രതിനിധി സഭയുടെ പരിഗണനയ്ക്ക് അയക്കും. അവിടെ കൂടി അംഗീകരിക്കപ്പെട്ടാൽ മാത്രമേ ഇത് നിയമമായി മാറൂ. ഇതിനു മുകളിൽ ഇനി എന്താണ് ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്ന നടപടി എന്നതാണ് അറിയേണ്ട കാര്യം, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്.